ശ്രീ ജെയ്ക്സി തോമസ് നോക്കൂ, ഇവിടെ അന്വേഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കട്ടെ. പക്ഷെ ഇവിടെ ക്രൈംബ്രാഞ്ച് സംഘം അറിയാതെ പോലും ഒന്ന് എൻ രാധാകൃഷ്ണന്റെ വഴിക്ക് പോവാത്തത് എന്താണ്? പോട്ടെ, അറസ്റ്റൊന്നും ചെയ്യണ്ട, വിവരങ്ങൾ ശേഖരിക്കുക പോലും ചെയ്യാത്തത് എന്താണെന്ന് നാട്ടുകാർ സംശയിച്ചാൽ പമ്പൻ സ്രാവുകൾ വല പൊട്ടിക്കുമോ എന്നുള്ള അവരുടെ സംശയത്തിന് ഉത്തരം കിട്ടും. ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരാം. ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ചർച്ചയുടെ ആകെ ഒരു സന്ദേഹം അദ്ദേഹം ആവർത്തിച്ച് എനിക്ക് തോന്നുന്നു 4 5 തവണ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ നേതാവായിട്ടുള്ള എൻ രാധാകൃഷ്ണനെ തൊടുന്നില്ല, അദ്ദേഹത്തെ പിടികൂടുന്നില്ല എന്നുള്ളതാണ്. നിശ്ചയമായി ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരാം. പക്ഷേ ബഹുമാന്യനായ BJP-യുടെ പ്രതിനിധി, ഇവർ രണ്ടുപേരും പൊതുവിലും BJP-യുടെ പ്രതിനിധി പ്രത്യേകിച്ചും ഈ ചർച്ചയിൽ കൂടുതൽ സമയമെടുത്തത് ഞങ്ങൾ ആരെയും പ്രത്യക്ഷത്തിൽ അങ്ങോട്ടേക്ക് കുറ്റം പറയുന്നില്ല, ഞങ്ങൾ ആരും തട്ടിപ്പുകാരാണെന്നും തട്ടിപ്പിന് സഹായം ചെയ്തുവെന്നും അതിന് സൊസൈറ്റി രൂപീകരിച്ചുവെന്നും അതിനുവേണ്ടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് ഈ അഖിലലോക തട്ടിപ്പുകാരന് കഞ്ഞി വെക്കാൻ ഇടം പിടിച്ചു കൊടുത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ആരും ഞങ്ങൾ വ്യക്തിപരമായി കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അതിൽ രൂപതയിൽപ്പെട്ട ചിലരുണ്ട്, അതിൽ കന്യാസ്ത്രീ മഠത്തിലെ ചിലരുണ്ട്, അതുകൊണ്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഈ തട്ടിപ്പ് ഒരു എനിക്ക് ഈ കാര്യത്തിൽ ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യമില്ല. ശരി, പറയൂ ജയിക്ക്, പറയൂ. ഏതാണ്ട് 8:02 8 മണിക്ക് ശേഷം 2-ാം മിനിറ്റിൽ എന്റെ ഭാഗത്തേക്ക് വന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ BJP-യുടെ പ്രതിനിധികൾ തമ്മിലുള്ള തർക്കം ആരംഭിച്ചത്. ഇപ്പോഴേതാണ്ട് 8:08 അതായത് 6 മിനിറ്റോളം ആ തർക്കം നീണ്ടു. സ്വാഭാവികമാണ്, അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ എന്റെ ഭാഗം പറഞ്ഞു തുടങ്ങുമ്പോൾ BJP പ്രതിനിധി അതിനിടയ്ക്ക് കയറി വീണ്ടും സഹജമായ സ്വഭാവം കാണിക്കുന്നത് ശരിയല്ല. അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന കേട്ടയാളാണല്ലോ. അപ്പൊ അങ്ങയുടെ ആകെ ചർച്ചയുടെ ഉദ്ദേശം എന്താണ്? ഇതിൽ മറ്റു ചില ആളുകൾ പെട്ടതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാരും സൊസൈറ്റി നടത്തി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു വാങ്ങി ഈ അഖില കേരള തട്ടിപ്പുകാരന് കഞ്ഞി കുടിക്കാൻ ഞങ്ങൾ കഞ്ഞി വെച്ചു കൊടുത്തു എന്നുള്ളത് ഒരു കുറ്റമായി പറയാൻ പാടില്ല. അതാണ് ആ ചർച്ചയുടെ ആത്യന്തികമായ ഉദ്ദേശം. പ്രശ്നം എന്താണ്? നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ, കന്യാസ്ത്രീകളോ രൂപതയിലെ വൈദികരോ അങ്ങനെ മറ്റാളുകൾ മാത്രമാണോ ഇതിന്റെ ഭാഗമായി നിന്നത്? ഇതിന് വിശ്വാസ്യത ലഭിക്കുന്നത് എപ്പോഴാണ്? ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും, അത് CPIM-ന്റെ ആവട്ടെ, BJP-യുടെ ആവട്ടെ, കോൺഗ്രസിന്റെ ആവട്ടെ, ജനങ്ങൾക്കിടയിൽ നേരും നെറിയും പദവിയുമുള്ള നേതാക്കന്മാർ ഈ തട്ടിപ്പ് സംഘത്തിന് ആവരണം നൽകാൻ സൊസൈറ്റി രൂപീകരിച്ച് അവർ നേരിട്ട് കാശ് പിരിക്കുന്നു. അതാണല്ലോ പ്രശ്നം. അല്ലാതെ ജനോപകാരപ്രദമായ ഒരു കാര്യത്തിന് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല. എന്റെ പേരിൽ ഞാൻ സൊസൈറ്റി രൂപീകരിച്ച് ഞാൻ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ട് ഈ ആഗോള തട്ടിപ്പ് വീരനെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെയല്ലേ ഇവരൊക്കെ വിശ്വാസ്യത ലഭിച്ചത്? അങ്ങനെയല്ലേ ഈ BJP പ്രതിനിധി സൂചിപ്പിച്ച കന്യാസ്ത്രീ മഠത്തിലെ പാവങ്ങളോ രൂപതയിലെ വൈദികരോ കേരളത്തിലെ മറ്റ് സാധാരണക്കാരോ പെട്ടുപോയത് എങ്ങനെയാണ്? കേരളത്തിലെ BJP-യുടെ ഏറ്റവും സമുന്നത നേതാവ് എറണാകുളം ജില്ലയിലെ ഓരോ കോണറുകളിലും സിനിമാ പോസ്റ്ററിനേക്കാൾ വലിപ്പമുള്ള പോസ്റ്റർ അടിച്ചു വെച്ച് തന്റെ സ്വപ്ന ചിത്രം പതിപ്പിച്ചു വെച്ചോ. ജനനന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനാ ഈ BJP നേതാവ് മമ്മൂട്ടിയും മോഹൻലാലും മാറി നിൽക്കുന്ന വലിപ്പത്തിൽ പോസ്റ്റർ അടിച്ച് എറണാകുളം ജില്ലയാകെ പ്രദർശിപ്പിച്ചത്? ആരെ ഉദ്ധരിക്കാനാണ്? ഏതു കാരുണ്യ പ്രവർത്തി ചെയ്യാനാണ്? ഈ തട്ടിപ്പുകാരുടെ കൂടെ നിന്ന് പണം പിടുങ്ങി അവന് കഞ്ഞി വെച്ച് കൊടുക്കുകയായിരുന്നു ഉദ്ദേശം. എന്നിട്ട് ചോദിക്കുമ്പോഴോ എനിക്ക് രസകരമായി തോന്നി, കോൺഗ്രസിന്റെ പ്രതിനിധി നമ്മളോട് പറയുന്നു ഈ പണം BJP നേതാവ് എങ്ങനെ തിരിച്ചു കൊടുക്കും? അതിന് മറുപടി ഞാനല്ല പറയേണ്ടത്. അതിന് മറുപടി ഇതിനോട് നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. എന്തായിരുന്നു ആ മറുപടി? നമ്മുടെ പെരിന്തൽമണ്ണ MLA പറഞ്ഞതാണ് മറുപടി. പെരിന്തൽമണ്ണ MLA-യോട് അദ്ദേഹം ആദ്യം പറഞ്ഞു, ഞാൻ നേരിട്ട് പണം പിരിച്ചിട്ടില്ല. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെരിന്തൽമണ്ണയിലെ ഒരു പെൺകുട്ടിയുടെ പേരിൽ 1000-കണക്കിന് 10,000-കണക്കിന് രൂപയുടെ രസീത് കൊടുത്തത് കയ്യോടുകൂടെ പിടികൂടപ്പെട്ടപ്പോ തട്ടിപ്പുകാരനെ രക്ഷിക്കാൻ കള്ളം പറഞ്ഞ UDF-ന്റെ നേതാവ് പറഞ്ഞു, ഞാൻ പണം വാങ്ങിയവർക്ക് ഞാൻ കൊടുക്കും. തിരികെ ചോദിക്കട്ടെ കോൺഗ്രസ് നേതാവേ, ഏത് തറവാട്ടിൽ നിന്നാണ് നിങ്ങൾ പണം എടുത്തു കൊടുക്കുന്നത്? കോൺഗ്രസ് ഇവിടെ നിന്ന പണം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ട് ഈ തട്ടിപ്പുകാരുടെ പണം വിടുങ്ങിയ ഈ UDF MLA-ക്ക് വേണ്ടി പണം കൊടുക്കുവോ? അതോ ഇവിടെ അങ്ങ് ചോദിച്ചതുപോലെ BJP നേതാവിന്റെ തറവാട്ട് സ്വത്ത് അദ്ദേഹത്തിന്റെ ഭാര്യാമാതാവിന്റെ സഹോദരന്മാരുടെ അങ്ങനെ ആർജിച്ചെടുത്ത സ്വത്ത് പെരിന്തൽമണ്ണ MLA-ക്കുണ്ടോ? എന്നിട്ട് രസകരം എന്താണ്? രസകരമായി ചോദിച്ചത് കോൺഗ്രസ് നേതാവായ ഈ അഭിഭാഷകയ്ക്ക്, ഇപ്പോൾ അവർ അഭിഭാഷകയാണല്ലോ, കപിൽ സിബിലും ദുഷ്യന്ത് ദവയും ഒക്കെ മാറി നിൽക്കുന്ന എറണാകുളത്തെ അഭിഭാഷകൻ ഇരിക്കട്ടെ, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ പറയണ്ടേ, എന്താ അഭിഭാഷക ചെയ്ത കാര്യം? ആരുടെയെങ്കിലും മുമ്പിൽ നിന്ന് വക്കീൽ ഫീസ് വാങ്ങുക മാത്രമാണ് ചെയ്തത്. ഈ പോലീസ് ഈ തട്ടിപ്പുകാരന്റെ വണ്ടി അറ്റാച്ച് ചെയ്തപ്പോ കോൺഗ്രസ് നേതാവ് വാർത്താ സമ്മേളനം നടത്തി പോലീസിനെ തടയാൻ ശ്രമിച്ചില്ലേ? വണ്ടി അറ്റാച്ച് ചെയ്യാൻ ഏതാ
ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഈ അഖില ലോക തട്ടിപ്പുകാരന്റെ വണ്ടി അറ്റാച്ച് ചെയ്യാൻ കേരള പോലീസിന് എന്ത് അവകാശം എന്ന് പറഞ്ഞ് തടയാൻ വന്നതാരാ? ഈ അഭിഭാഷകയല്ലേ? അവന്റെ ഫ്ളാറ്റിന്റെ താക്കോല് കയ്യിൽ വെച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട വന്ന ആരാ? ഈ അഭിഭാഷകയല്ലേ? എന്താ കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായം? നമ്മുടെ നാട്ടിലെ അഭിഭാഷകർ തട്ടിപ്പുകാർക്ക് വേണ്ടി കേസ് നടത്തുമ്പോൾ അവന്റെ ഫ്ളാറ്റ് ഉപയോഗിച്ച്, അവന്റെ താക്കോൽ ഉപയോഗിച്ച്, അവന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉപയോഗിച്ച് അങ്ങനെയാണോ അഭിഭാഷക സേവനം കൊടുക്കുന്നത്? എന്നിട്ട് നടപടി എന്ന് പോയിട്ട് എന്ന അക്ഷരം കുടിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ആങ്കർ മറക്കരുത്, കോൺഗ്രസുകാർക്ക് സമീപത്തുണ്ടായ എല്ലാ തട്ടിപ്പുകളിലും ഇതായിരുന്നില്ല സമീപനം. രാജേന്ദ്രൻ എന്ന് പറയുന്ന കർഷകൻ ആത്മഹത്യ ചെയ്തില്ല വയനാട്. പ്രതിയായതാര? KPCC സെക്രട്ടറി KK എബ്രഹാം ജയിലിൽ കിടന്നു. നടപടിയെടുത്തോ? സ്വീകരണം കൊടുത്തു. മാലയിട്ട് വയനാട് ജയിലിന്റെ പുറത്ത് സ്വീകരണം കൊടുത്തു. നമ്മുടെ നാട്ടിൽ തനിയാവർത്തനം സിനിമയെ അനുസ്മരിപ്പിക്കുന്ന കൊലപാതകം ഉണ്ടായില്ലേ? NM വിജയൻ മകന് മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊന്നുകളയേണ്ട വന്നില്ലേ? 2 പേർ കൊല്ലപ്പെട്ടില്ലേ? കൂടത്തിൽ കൊടി പിടിച്ച് നടക്കുന്ന 2 പേരെ കൊന്നുകളഞ്ഞ കേസിൽ തട്ടിപ്പ് നടത്തിയ MLA, തട്ടിപ്പ് നടത്തിയ DCC പ്രസിഡന്റ് നടപടിയുടെ അക്ഷരമെടുത്തോ കോൺഗ്രസ് നേതാവേ? എന്നിട്ട് ഇവിടെ വന്ന് ഗിരിപ്രഭാഷണം നടത്തുന്നു. ലാലി വിൻസെന്റ് തട്ടിപ്പ് നടത്തിയിട്ടില്ല. കണ്ണൂർ എഗ്രിമെന്റ് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഫ്ളാറ്റ് കൈവച്ച് ആരാണ്? വണ്ടി കൊണ്ടു നടന്നത് ആരാണ്? വണ്ടി അറ്റാച്ച് ചെയ്യാൻ നടന്നത് തടസ്സപ്പെടുത്തിയത് ആരാണ്? ഒറ്റക്കാലത്തിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുക്കുക എന്നുള്ളത് കോൺഗ്രസ് പ്രതിനിധിയുടെ സംശയം ന്യായമാണ്. കാരണം എന്താ? അങ്ങ് ചിന്തിക്കുന്നത് ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ മുട്ടിലെറിയുന്ന രാഷ്ട്രീയക്കാരനല്ല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. ശാഖ ആക്രമിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ വരുന്നത് കേട്ടപ്പോ കതർമുണ്ട് അഴിച്ചു മാറ്റി കാക്കി കളസം എടുത്തിട്ട് ശാഖയ്ക്ക് കാവൽ കിടന്നയാളല്ല കേരളത്തിലെ ഗവൺമെന്റിനെ നയിക്കുന്നത്. അതുകൊണ്ട് ഏത് BJP നേതാവും ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ കൊടുക്കും. ഇതിനകത്ത് തെറ്റ് ചെയ്തവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ടതില്ല. ശരി.